ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് കപ്പലിൻ്റെ ടിക്കറ്റ് എടുക്കാവുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ലക്ഷദ്വീപിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളും ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലോട്ട് കേരളത്തിലോട്ട് പോകാൻ ഉള്ളവരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ടിക്കറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂവിലോട്ട് പോകാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. വെബ്സ്റ്റാർ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ലക്ഷദ്വീപിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സിം കാർഡിന് അല്ലെങ്കിൽ നമ്മുടെ സിം ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറൊരാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കാനായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് പ്രകാരം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി വീഡിയോ. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോഗിങ്ങിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് അതുപോലെ ഇമെയിൽ ID അതുപോലെ പാസ്വേഡ് കൊടുത്തിട്ട് ഈ ഒരു ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കറക്റ്റ് ക്യാപ്ച ഒക്കെ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് OTP ആണ് സാധാരണ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് OTP ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെയാണോ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫോണിലോട്ട് തന്നെ ആയിരിക്കും OTP വരുന്നത്. ഇനി വേറൊരാളുടെ നമ്പറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആരുടെ നമ്പറാണ് കൊടുത്തത് ആ സിം കാർഡ് ഏത് ഫോണിലാണോ ആ ഒരു ഫോണിലോട്ടായിരിക്കും ഈ ഒരു OTP പോകുന്നത്. അപ്പോൾ ആ ഒരു OTP നമുക്ക് കിട്ടാതെ ഈ ഒരു പേജ് ഈ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വേറൊരാളുടെ ഫോണിലാണെങ്കിൽ അവർ വേറെ സ്ഥലത്താണെങ്കിൽ നമുക്ക് അത് വളരെ പ്രശ്നമായിരിക്കും. നമുക്ക് ടിക്കറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ എന്തായാലും സൈനപ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനിങ് എന്ന പേജിലോട്ട് വരിക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. അതിനുശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ സെർച്ച് ഐക്കണിലൂടെ കാണാൻ പറ്റും. സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ഓപ്ഷൻ നിങ്ങൾ വന്നിട്ട് സന്ദേശ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സന്ദേശ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും സന്ദേശ് ആപ്പ് എന്ന്. ഇവിടെ ഒരു ആപ്പ് ഈ ഒരു ഐക്കണുള്ള ഒരു ആപ്പ് കാണാൻ പറ്റും. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. 1 million+ ഡൗൺലോഡൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു നമ്പർ നിങ്ങൾ ഏത് നമ്പർ വെച്ചാണോ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആ ഒരു നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഗെറ്റ് OTP കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഈ ഒരു OTP പോകുന്നതായിരിക്കും. ഈ OTP പോയിട്ട് ആ ഒരു OTP നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്കിങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് അക്കൗണ്ട് ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശ് ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്പർ കൊടുത്ത് OTP കൊടുക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ അക്കൗണ്ടൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു വെബ്സ്റ്റാർ എന്ന പേജിലോട്ട് നിങ്ങൾ വരിക. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ഇപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് തന്നെ ആ സന്ദേശ് ആപ്പിൽ നിങ്ങൾക്ക് ആ ഒരു OTP വരുന്നതായിരിക്കും. അതേസമയം തന്നെ ആ ഫോൺ നമ്പർ ആ സിം കാർഡ് ഏത് ഫോണിലാണോ അവർക്കും ആ ഒരു OTP പോകുന്നതായിരിക്കും. അതേ സമയം തന്നെ നിങ്ങൾക്കും ഈ ഒരു നിങ്ങളുടെ ഫോണിലോട്ട് ഈ സന്ദേശ് ആപ്പിൽ ആ ഒരു OTP നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾക്ക് ഈ ഒരു വെബ്സ്റ്റാറിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലാക്പോർട്ട് എന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ OTP വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കോപ്പി OTP എന്ന് താഴോട്ട് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്താകുമ്പോൾ കോപ്പി OTP എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ ഒരു കോപ്പി OTP എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പേജിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു OTP പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു
വെബ്സ്റ്റാർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറൊരാളുടെ നമ്പർ, ഏതൊരാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷിപ്പ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് ഷിപ്പാണ് നിലവിലുള്ളത് ആ പ്രോഗ്രാം നോക്കിയതിനു ശേഷം നിങ്ങൾ ആ ഒരു ഷിപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സോഴ്സ് ഡെസ്റ്റിനേഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ കൊച്ചിയിൽ ലക്ഷദ്വീപിലോട്ട് വരുന്നതാണെങ്കിൽ കേരള ടു ഏത് ദ്വീപാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ഐലൻഡ് ടു ഐലൻഡ് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അമിനി ടു കഡ്മത്തും ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നാണ്. സോഴ്സ് ഞാൻ അമിനി വെച്ചു. ഡെസ്റ്റിനേഷൻ ഇവിടെ കാണാൻ പറ്റും, കടമത്ത് ദ്വീപ് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ OTP ഇവിടെ കാണാൻ പറ്റും. ഓൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓൾ ഡയറക്റ്റ് എന്നിട്ട് ഓട്ടോമാറ്റിക് ഓളിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഓളിലോട്ട്. എന്നിട്ട് ഈ ഒരു ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുമ്പോൾ ടിക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ഗ്രീനിൽ നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബുക്ക് നൗ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറോടൊക്കെ വരുന്നതായിരിക്കും കൂടെ. എന്നിട്ട് നമ്മൾ കൊടുത്ത ഫ്രം ടു ഏത് സോഴ്സ് ഡെസ്റ്റിനേഷൻ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത്, ലേഡീസ് ആണോ, ബങ്ക് ആണോ, ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, ജസ്റ്റ് ബങ്ക് എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബങ്ക് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ലോഡാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു താഴെ വന്നിട്ടുള്ള ഇത് നിങ്ങൾക്ക് കാണിക്കാതെ എത്ര ടിക്കറ്റ് അവൈലബിൾ ആണെന്നൂടെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഏത് ക്ലാസ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും ബങ്ക് ക്ലാസ് ആണെങ്കിലും ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വരുന്നത് ഈ ഒരു ടിക്കറ്റ് കൂടുതൽ ആളുകൾ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് ടിക്കറ്റ് കൊടുക്കുന്ന സമയമാണെങ്കിൽ വളരെ ലോഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ടിക്കറ്റ് അവൈലബിലിറ്റി ഇവിടെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എത്ര പേർക്കാണോ വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 ആണോ 2 ആണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടെ കാണാൻ പറ്റും പേര്, ആധാർ ഡീറ്റെയിൽസൊക്കെ കൂടെ കൊടുക്കാനായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പേരിവിടെ കൊടുത്തു. ജസ്റ്റ് ഒന്നുകൂടെ പേര് കൊടുക്കുക. അതിനുശേഷം 4 ആധാർ നമ്പർ നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കുക. എത്ര വയസ്സാണോ നിങ്ങൾക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഫീമെയിൽ ആണോ മെയിൽ ആണോ കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി കാറ്റഗറി ഇതൊക്കെ മസ്റ്റാണ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഐലൻഡർ ആണെങ്കിൽ, ലക്ഷദ്വീപുകാരനാണെങ്കിൽ ഐലൻഡർ എന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ പെർമിറ്റ് ഹോൾഡർ, കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പെർമിറ്റ് ഹോൾഡർ ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ പെർമിറ്റ് നമ്പർ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെർമിറ്റ് നമ്പറും കൂടി നിങ്ങൾ കൊടുക്കുക. ഇനി ഐലൻഡർ ആണെങ്കിൽ ജസ്റ്റ് ഐലൻഡർ മാത്രം സെലക്ട് ചെയ്യുക. പെർമിറ്റ് നമ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊന്നുമില്ല. ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ക്യാപ്ച ഇവിടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും എൻ്റർ OTP എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സന്ദേശ ആപ്പിൽ വീണ്ടും നിങ്ങൾ പോയി ആ ഒരു ആപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് OTP വന്നിട്ടുണ്ടാകും. ആ ഒരു OTP കൊടുത്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ട് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് ഇവിടെ തന്നെ എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നമ്പർ വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിങ്ങൾക്ക് ടിക്കറ്റ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇനി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ടിക്കറ്റ് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.